ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ ഞങ്ങളെല്ലാവരും അമ്പലത്തിൽ പോകുന്നു. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെന്നാന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാമേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. ഇപ്പം വെളിയിൽ നല്ല മഴയാണ് കേട്ടോ, ഭയങ്കര മഴയാണ്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ എണീറ്റ സമയത്തൊന്നും വലിയ മഴയില്ലായിരുന്നു കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. എങ്ങനെ അമ്പലത്തിൽ പോക്കും അമ്പലത്തിൽ പോയി തൊഴുന്നും ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. മിക്കപ്പോഴും ഞങ്ങളിങ്ങനെ ഇറങ്ങുമ്പം മഴയായിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ, ഞങ്ങൾ അമ്പലത്തിൽ ചെല്ലാറാകുമ്പോഴത്തേക്ക് അത്രയും നേരത്തേക്കൊന്ന് തുറന്ന് കിട്ടും. അങ്ങനെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുന്നത്. ഇപ്പോൾ ഒരു വല്ലാത്ത കാലാവസ്ഥയല്ലേ, അതുകൊണ്ടൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോകുന്നത്. ഇപ്പം നമുക്ക് അമ്പലത്തിൽ പോകുന്ന വിശേഷങ്ങളും ഞാൻ മലയാലപ്പുഴ അമ്പലത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ അമ്പലത്തിലാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ ഇവിടുത്തെ അമ്പലത്തിൽ കയറിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പം ആ അമ്പലത്തിൻ്റെ ഇവിടെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് ഇതിന് മുമ്പ് ഒരുപാട് തവണ ഞാൻ എടുത്തിട്ടുള്ളതാണ്. എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം. ഈ മഴ ഇങ്ങനെ ആണെങ്കിൽ ചിലപ്പോൾ എടുക്കാൻ പറ്റത്തില്ല. മഴ ഇങ്ങനെ അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാവേ. അപ്പോൾ ഞങ്ങൾ ബാക്കി എന്നെ കാര്യത്തിനും കൂടെയൊക്കെ പോകുന്നതെന്നുള്ളത് നമുക്ക് ബാക്കി വീഡിയോയിലൂടെ കാണാം. രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങി. സാധാരണ ഞങ്ങളിങ്ങനെയൊക്കെ പോകുമ്പോൾ മഴയൊക്കെയാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അമ്പലത്തിൽ ചെല്ലുമ്പോഴത്തേക്കും മഴയൊക്കെ അങ്ങ് മാറും കേട്ടോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ ഞങ്ങൾ രാവിലെ അമ്പലത്തിലോട്ട് പോകാനായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഇവിടെ അമ്പലത്തിൽ കയറിയിട്ടേ ഞങ്ങളിനി മലയാലപ്പുഴയ്ക്ക് പോകുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന ഞങ്ങൾ മലയാലപ്പുഴ അമ്പലത്തിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ പറഞ്ഞില്ല, വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാൻ. കാര്യം മഴ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ വന്നപ്പം വലിയ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അമ്പലത്തിൽ വന്നപ്പോൾ മഴയങ്ങ് മാറി. അപ്പം ഞങ്ങൾ എവിടെ പോയാലും ഇവിടെ ഈ അമ്പലത്തിൽ കയറി തൊഴാതെ പോകത്തില്ല കേട്ടോ. വേറെ ഏതെങ്കിലും അമ്പലത്തിൽ പോവുകയാണെങ്കിലും ഇല്ലെങ്കിൽ തലേദിവസമാണെങ്കിലും ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്ന് തൊഴുതിന് ശേഷമേ പിറ്റേ ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോകാറുള്ളൂ കേട്ടോ. അപ്പം ഇവിടെ വന്നേച്ച് ഞങ്ങൾ എപ്പോഴും വേറൊരു അമ്പലത്തോട്ട് ഞങ്ങൾ പോകാറുള്ളൂ. അങ്ങനെ പോകാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം ഞങ്ങളിവിടെ വന്ന് തൊഴുതെല്ലാം കഴിഞ്ഞ് ഇനി ഞങ്ങൾ വേറെ അമ്പലത്തിൽ പറഞ്ഞാൽ മലയാലപ്പുഴ അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇനിയിപ്പോൾ തുടങ്ങുവാണ്. അപ്പോൾ ഇവിടെയും വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നും വലിയ ആളോ ബഹളമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് പെട്ടെന്ന് സ്വസ്ഥവും സമാധാനമായിട്ട് തൊഴുതേച്ചിറങ്ങാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി മലയാലപ്പുഴയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മലയാലപ്പുഴ ചെന്നിട്ട് അവിടുത്തെ വിശേഷം കണ്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പിന്നെയും ഭയങ്കര മഴയായി കേട്ടോ. ഞങ്ങൾ അമ്പലത്തിൽ നിന്ന സമയത്ത് ശകലം പോലും മഴയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പിന്നെയും നല്ല മഴയായിരുന്നു. നല്ല മഴ വെച്ചാൽ റോഡ് കാണാൻ പറ്റാത്ത പോലത്തെ മഴയായിരുന്നു കേട്ടോ. നല്ലപോലെ പെയ്യുന്നുണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ ഞങ്ങൾ നേരെ ഇനി മലയാലപ്പുഴ അമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. വേറെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇനി അവിടുത്തെ അമ്പലത്തിൽ കയറി ചെറിയ കഴിയുമ്പം എന്നതാ കാര്യം എന്നൊക്കെ പറയാം കേട്ടോ. അവിടെ അമ്പലത്തിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ വലിയ തിരക്കൊന്നും കൂടെ പറയാൻ പറ്റത്തില്ല. മഴയുടേതായ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു മഴയുടേതായ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞേച്ച് പിന്നെ അവിടെ നമുക്ക് വഴിപാടിനുള്ള ഇതൊക്കെ എല്ലാം എടുത്തതിന് ശേഷം കയറാനായിട്ട് വന്നപ്പോഴത്തേക്ക് ആ മഴ അങ്ങ് കുറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ മലയാലപ്പുഴ അമ്പലത്തിൽ സെറ്റ് മുണ്ടൊക്കെ മേടിച്ച് കൊടുക്കുന്നത്. ഇത് ഞാൻ പ്രത്യേകിച്ച് നേർച്ച നേർന്നിട്ടല്ല കേട്ടോ, അല്ലാതെ ഞാനങ്ങ് മേടിച്ചാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെല്ലാം കയറി തൊഴുതെല്ലാം ഇറങ്ങിയതിന് ശേഷം കാപ്പ് കുടിക്കാനായിട്ട് കയറി. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ രാവിലെ പുറത്തുനിന്നായിരിക്കും കാപ്പ് കുടിക്കുന്നത്. കാര്യം രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ ഇറങ്ങിച്ച് നേരെ അമ്പലത്തിൽ പോയി അവിടുന്ന് തൊഴുതെല്ലാം ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് എല്ലാ അമ്പലത്തിലും തൊഴുതിറങ്ങിയതിന് ശേഷമേ ഞങ്ങൾ കാപ്പ് കുടിക്കാൻ കയറത്തുള്ളൂ. അങ്ങനെ അവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഇനി ഞങ്ങൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നുള്ളത് പറയാമേ. അപ്പോൾ ഓണമൊക്കെ ആയിക്കൊണ്ട് ഡ്രസ്സൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ, ആർക്കും എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ഇവിടെ ഓണത്തിന് പ്രത്യേകതയാണ് കേട്ടോ ഡ്രസ്സ് എടുക്കുക എന്നുള്ളത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്. വേറെ എന്നെ പരിപാടികളിൽ നമ്മൾ ഇതാകത്തില്ല. ഓണത്തിന് എല്ലാവർക്കും ഒരു പുതിയ ഡ്രസ്സ് എടുത്തിരിക്കും, അത് ഉറപ്പാണ്. അപ്പം നേരത്തേക്കെന്ന് പറഞ്ഞാൽ അച്ഛനും മൂത്ത ചേട്ടനും ഒക്കെ അച്ഛനും കണ്ണനും മേടിച്ച് കൊടുക്കുമായിരുന്നു. പിള്ളേർ വളർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ഡ്രസ്സും എടുക്കാനുള്ള പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ കുറേ ദിവസമായി പൈസ തന്നിട്ട് ഡ്രസ്സ് എടുക്കാനൊന്നും പറ്റും, ഇതുവരെയായിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത്. അപ്പം ഞങ്ങൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങിച്ച് നേരെ ഞങ്ങൾ കോന്നിക്കാണ് പോകുന്നത്. കോന്നിയിൽ അവിടെ ഒരു കടയിലാണ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വന്നത്. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ ഈ കടയിൽ വന്ന് ഡ്രസ്സ് എടുത്താൽ ഞാൻ ഇങ്ങനെ വീഡിയോ ഇട്ടാൽ എന്നോട് എല്ലാവരും ചോദിച്ചത് ഇത് എവിടെ എന്നാന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ ഇത് കോന്നിയിലാണ് സ്ഥലം. അപ്പം ഇതൊരു ഫാക്ടറിയിലാണ്, മഞ്ജു എന്ന് പറഞ്ഞാൽ അവരുടെ ഫാക്ടറിയിലെ ഡ്രസ്സുകളാണ്. അപ്പം മേളത്തെ നിലകൾ അല്ലാത്ത നമ്മൾ സാധാരണ കടകളിൽ കയറത്തില്ലേ അങ്ങനത്തെ ഡ്രസ്സുകളാണ് കിട്ടുന്നത്. ഇവരുടെ ഈ താഴത്തെ നിലയിലാണ് അവരുടെ കമ്പനിയിൽ തന്നെയായിട്ടുള്ള തൊഴിൽ. നല്ല വിലക്കുറവാണ് കേട്ടോ, വിലക്കുറവാണ്, നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളുമാണ് കേട്ടോ. നമ്മൾ എത്ര ഇഷ്ടം പോലെ സെലക്ഷനാണ്. നമ്മൾ എടുത്താലും നമുക്ക് മതിയാത്തില്ല. അതുപോലെ വെറൈറ്റി. ഇപ്പോൾ ഓണമൊക്കെ കൂടെ ആയപ്പോഴത്തേക്ക് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഡ്രസ്സുകൾ. പെൺപിള്ളേർക്കൊക്കെ പറ്റിയ ടോപ്പുകളാണ് കൂടുതൽ. ഈ കണ്ണൻ ഇച്ചിരി വലുതായതിന് ശേഷം ഞാൻ അവൻ്റെ ഷർട്ട് എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. കാര്യം എനിക്കറിയത്തില്ല, എടുത്താൽ ശരിയാകില്ല. ചേട്ടനാണ് എപ്പോഴും കണ്ണൻ ഡ്രസ്സ് എടുക്കുക. സമയം അച്ചുവിന് ഞാൻ ഡ്രസ്സ് ഇഷ്ടം പോലെ എടുക്കും കേട്ടോ. എടുക്കുന്ന എല്ലാം നല്ല നല്ല ഡ്രസ്സുകളായിരിക്കും, നല്ല സെലക്ഷൻ ആയിരിക്കും. പക്ഷേ ഈ ഒരു ടോപ്പിന് ഈ ഒരു കളറല്ല കേട്ടോ, ഒരു ഇടിവെട്ട് കളറാണ്. അപ്പോൾ ഇത് ഞങ്ങൾ എടുത്തിട്ട് അങ്ങോട്ട് അവൾക്ക് ചേരുന്നുണ്ട്. പക്ഷേ അവൾക്ക് അത്രയും കളറൊക്കെ ആയതുകൊണ്ട് കോളേജിൽ ഇട്ടുകൊണ്ട് പോകാനായിട്ടൊരു മടി. അന്നേരം എന്നോട് പറഞ്ഞു, അമ്മ ഇതാരും കളിയാക്കുമോ എന്നൊക്കെ പറഞ്ഞ്. ഈ ഒരു കളറേ അല്ല കേട്ടോ, വേറൊരുമാതിരി ഈ പൊന്മാൻ കളർ, ഒരുമാതിരി ഇടിവെട്ട് കളറില്ല, അങ്ങനത്തെ ഒരു കളറായിരുന്നു.
അപ്പം കണ്ണന് അപ്പുറത്ത് അവിടെ തന്നെ ആയിട്ട് തന്നെയാണ് ഷർട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. അച്ഛന് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ മേളത്തെ തലയിലും കേട്ട് അവിടെയും കയറി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ എല്ലായിടത്തും കൊച്ചു പിള്ളേർക്കൊക്കെ ഉള്ള ഷർട്ട്, ഉടുപ്പുകൾ, കുഞ്ഞു പിള്ളേർക്കൊക്കെ ഉടുപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കേട്ടോ. എല്ലാം നല്ല നല്ല ഭംഗിയുള്ള ഷർട്ടുകളാണ് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ള. അവിടെ പോകുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കോന്നിയിലാണ് ഈ കട. നിങ്ങൾ അവിടെ ചെന്ന് ആരോട് ചോദിച്ചാൽ ഈ കടയുടെ പേര് പറഞ്ഞാൽ മതി, പറഞ്ഞു തരും. അപ്പം നല്ല ലുക്ക് ഉണ്ട്. കൊച്ചു പിള്ളേർ ഉടുപ്പൊക്കെയാണ് ഈ കിടക്കുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ്. എല്ലാം കോട്ടൻ്റെ ഒക്കെ സൈസാണ്. അതുകൊണ്ടുണ്ടല്ലോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഡെയിലി യൂസിനൊക്കെ പറ്റിയ ഡ്രസ്സുകളാണ്. വലിയ വിലയില്ല. ഒത്തിരി ഗിൽറ്റോ കാര്യങ്ങളോ അങ്ങനെ പിടിപ്പിച്ചുള്ളതൊന്നുമല്ല കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ കുറേ ഡ്രസ്സുകളൊക്കെ ഞങ്ങൾ എടുത്തിട്ട് ഇപ്രാവശ്യം അച്ഛനാണ് ഏറ്റവും കൂടുതൽ എടുത്തത്. വീട്ടിൽ ഇടാനും അല്ലാതൊക്കെ ആയിട്ട് കുറേ ഇതായിട്ട് ഉള്ള ഡ്രസ്സുകളൊക്കെ എടുത്തു. അപ്പോൾ കണ്ണൻ്റെ ഇതെല്ലാം എടുത്തെല്ലാം കഴിഞ്ഞ് ഞങ്ങളിനെ ഡ്രസ്സെല്ലാം എടുത്ത് ഇത്രയും ഡ്രസ്സുകൾ ഞങ്ങൾ എടുത്താണ് കേട്ടോ ഇരിക്കുന്നത്. ഇത്രയും അച്ഛനാണ് ഏറ്റവും കൂടുതൽ എടുത്തേക്കുന്നത്. എനിക്കും ചേട്ടനൊക്കെ ഓരോ ജോഡി എടുത്തിട്ടുള്ളൂ, ബാക്കി അവർക്കൊക്കെ എടുത്താണ്. അങ്ങനെ ഓണത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് എടുക്കലാണ്. ആ പരിപാടി അങ്ങ് കഴിഞ്ഞ് കിട്ടി കേട്ടോ. അതെല്ലാം കഴിഞ്ഞേച്ച് പിന്നെ ഞങ്ങൾ ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാൻ പറ്റില്ല, അനങ്ങാൻ. പക്ഷേ ഇത്രയും നേരം ഞങ്ങൾ പോയപ്പോഴൊക്കെ ഉണ്ടല്ലോ മഴ തോർന്ന് നിന്ന് ഇടയ്ക്കൊരു വെയിലും ഒക്കെ ഉണ്ടായിരുന്നു. വീണ്ടും ഞങ്ങൾ വണ്ടിയെ കയറി കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ ഉണ്ടല്ലോ മഴ തുടങ്ങുന്നേ. അങ്ങനെയാണ് ഇപ്പോൾ ഇത് എല്ലായിടത്തും ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ അവസ്ഥ ഇതായിരുന്നു. കാര്യം ഇറങ്ങുമ്പം മഴയില്ല, അതൊരു അനുഗ്രഹമായിട്ട് തന്നെ കരുതി. കാര്യം വെച്ചാൽ നമ്മൾ ഈ പോകുന്ന സമയത്തൊക്കെ മഴയും കൂടെ ആകുമ്പോഴത്തേക്ക് കയറി ഇറങ്ങുകയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞങ്ങൾ കുറേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഒരു അടപ്രഥമൻ്റെ പായസത്തിൻ്റെ ഇത് കണ്ട്. ഇവിടെ നല്ല ടേസ്റ്റാണ് ഈ പായസം. നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് റാന്നിക്ക് വരുന്ന വഴിക്കാണിത്. അപ്പം ഞങ്ങൾ അവിടെ നിർത്തി ഇച്ചിരി പായസമൊക്കെ മേടിച്ച് കുടിക്കാനായിട്ട് കയറിയിട്ട് നല്ല ആ പായസം മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മഴ അങ്ങോട്ട് പെയ്ത്. അത് നല്ല മഴയത്തിരുന്നുണ്ടല്ലോ പായസം കുടിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടുന്ന് പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കുക്കിങ്ങും കാര്യങ്ങളും ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളതൊക്കെ ആയിരുന്നു. അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഓണ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇനി ബാക്കി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത്യാവശ്യ സാധനങ്ങളും എല്ലാ കാര്യങ്ങളെല്ലാം മേടിച്ചെല്ലാം സെറ്റായിട്ടുണ്ട്. ഇവിടെ ഓണാഘോഷമാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇവിടെ ആഘോഷിക്കുന്നത്. അപ്പോൾ അത് കൊണ്ട് നമുക്ക് ആ സമയത്തൊക്കെ നല്ലൊരു തിരക്കാണ് ഓരോ കാര്യത്തിനൊക്കെ. നല്ല അടിപൊളി അടപ്രഥമനായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇന്നാളെ ഒരു ദിവസം പായസം ഇങ്ങനെ മേടിച്ചു കേട്ടോ. ശകലം പോലും മധുരം ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. ഒരു വക ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ ഭയങ്കര മഴയാണ്. അങ്ങനെ നേരെ ഞങ്ങളിനി വീട്ടിലോട്ട്. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഇതാണ് കേട്ടോ. കുറച്ച് ദിവസം കൊണ്ടൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് വീഡിയോ എടുക്കാനോ ഒന്നും നടക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഓണമൊക്കെ കഴിഞ്ഞ ഒരു തിരക്കൊക്കെ ഒന്ന് കുറയത്തുള്ളൂ. ഇന്നത്തേക്ക് നമുക്കുള്ള വീഡിയോസൊക്കെ നമുക്കൊന്ന് സെറ്റായിട്ടൊക്കെ ഒന്ന് എടുക്കാം. അപ്പം ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. അതിനകത്തിരുന്ന് അപ്പനും മക്കളും എല്ലാം കൂടിയിട്ട് കളിയാക്കൽ തന്നെ. ഇവരെപ്പോഴും എന്നെ കളിയാക്കൽ. അതിൻ്റെ ആ സന്തോഷമാണ്. എൻ്റെ കെട്ടിയവൻ്റെ മുഖത്തെ ചിരിയുണ്ടോ, ആ കളിയാക്കൽ കേൾക്കുമ്പോഴുള്ള ചിരിയാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ.